ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളെ വീഡിയോയുമായി വീണ്ടും വന്നിരിക്കുന്നു രണ്ടാം ഭാഗം. അപ്പോൾ ഏത് വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ അവിവാഹിതനും പിന്നെ 6 കല്യാണം കഴിഞ്ഞവരും ചേർന്ന് പോകുന്ന ഒരു യാത്രയാണ്. അത് കണ്ടിട്ടുണ്ടാവും. ഫസ്റ്റ് പാർട്ട്, ഇതാ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ നമ്മളെ റൂമിലേക്ക് എത്തിയിരിക്കുന്നു. റൂമിലാണ് നമ്മൾ കുറച്ച് കാഴ്ചകൾ. അങ്ങനെ അസർ ബായി റൂമിൽ ഫുൾ ചെക്കാക്കുന്നുണ്ട്, എങ്ങനെ വൃത്തിയുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. അങ്ങനെ 3 ആൾക്കാർ താഴെയുണ്ട്, ഫുള്ള് മജ. ഇതാ കോബ്രാൻ്റെ സ്റ്റെപ്പെല്ലാം നോക്കുന്നു. അതാ കാര്യമായ സ്റ്റെപ്പ്, ഇൻ്റർനാഷണൽ സ്റ്റെപ്പിലിട്ട് കോബ്ര. അങ്ങനെ ഞങ്ങൾക്ക് ഇഷ നിസ്കരിക്കാൻ ബാക്കിയുണ്ടായി. ഇതാ ഇഷ നിസ്കരിക്കുന്നുണ്ട്. ഇഷ നിസ്കരിച്ചിട്ട് നമുക്കൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. ഇവിടെ തന്നെയുള്ള റിസോർട്ടിലുള്ള ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. എന്താ ആ റിസോർട്ടിലുള്ള സ്ഥലത്തേക്കാണ് ഇനി പോകുന്നുള്ളത്. കുറച്ചിങ്ങനെ ഇറങ്ങിയ വഴിയിൽ പോയിട്ട് നമ്മൾ എത്തിപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് മക്കളെ. കാര്യമായ സ്ഥലം, കടകാര്യമായ സ്ഥലമാണത്. അതാ അങ്ങനെ അതിലേക്ക് എത്തിയിരിക്കുന്നു. സ്വിമ്മിംഗ് പൂളിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതാ നോക്ക്, എന്ത് തണുപ്പറിയോ ബായ് ആ സമയത്തുണ്ടായത്. പൂലെ ചാർച്ച് പാർക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ പൊലിസാക്കാൻ വിട്ടിട്ട എന്തോ ഒരു മജ തന്നെ. ഫുള്ള് പൊലിസ് പൊടി പാറ്റി ഡാൻസ് കളിച്ച് ഇതാക്കിയിട്ട്. പിന്നെ എന്നെ ചെയ്യുന്നവർക്കൊരു ഇതല്ല, മജ അല്ല. എന്നെ ചെയ്തുകൊണ്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എല്ലാ ഒറ്റ പീസിൽ കാണിക്കുന്നുണ്ട്. മജ എടുത്തതാണ് ഫുള്ള് കൈ പിടിച്ചിട്ടും കാലും പിടിച്ചിട്ടും എല്ലാം മജ എടുത്ത്. എന്തും മോശമില്ല, എന്തിനും കുറവ് വരുത്തിച്ചിട്ടാ. അങ്ങനെ നമുക്ക് പേടിയാന്ന് പറയും. എന്താ പറയുക, എന്നെ ഇല്ലേ മുഖ്യ പേടി. ഞങ്ങൾക്ക് ഈ വെള്ളം കാണുമ്പോൾ അല്ലെങ്കിൽ പേടി. മജക്ക് വന്നത് നോക്കില്ല, എന്തില്ല എന്നെ നീന്താൻ പഠിപ്പിക്കുന്നതായിട്ട് നോക്കില്ല. എന്ത് കഷ്ടം നോക്കേണ്ടേ. എന്നെ ഓരോരു ഇല്ല ചെയ്ത് ഒരു ബൈക്കാക്കിന്നതാ നോക്കി. നമ്മൾ സ്റ്റെപ്പ് നോക്കി, കാര്യമായ സ്റ്റെപ്പ്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനത്തെ സ്റ്റെപ്പ് ഇവിടെ ആരും ഇട്ടിട്ടുണ്ടാവില്ല. ഞങ്ങളല്ല, അതല്ല വേറൊരു മനുഷ്യന്മാർ ഇങ്ങനത്തെ സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ടാവില്ല. ഇവിടെ വന്നിട്ട് ഇനി വള്ളത്തിൽ തുള്ളില്ലാന്ന് വേണ്ട, ഓരോരോ സ്റ്റൈലിൽ ഓരോ തുള്ളുന്ന നോക്കുക. ഏതെല്ലാം ടൈപ്പ് തുള്ളുന്ന ബാസ് 40-45 വയസ്സായി, അന്നും പിള്ളേരെ കളിപ്പോഴും. അത് വേറെ കഥ. അങ്ങനെ തന്നെ സ്വിമ്മിംഗ് പൂളിൽ ഇതെല്ലാം മതിയാക്കിയിട്ട് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള പ്ലാനാണ് അടുത്തത്. നമുക്ക് പിന്നെ ഊട്ടമില്ലാണ്ടെന്ന് നടക്കില്ല, ഫുഡ് മുഖ്യമ്പിക്കൽ എന്നല്ലേ പറയുന്നത്. അങ്ങനെ ഓരോരോ ആൾക്കാർ കയറി വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് കയ്യെല്ലാം തന്ന് കൈ തരുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ട ഇവന് വേറെ എവിടെ പോയിട്ട് വരുന്നതെന്ന്. ഇവിടെ തന്നെ ഉണ്ടായി, നമുക്ക് തന്നെ ഉണ്ടായല്ലേ. അങ്ങനെ നമ്മൾ പോയത് ഊട്ടുപുരയിലേക്കാണ്. ആ മോനെ, ചിക്കൻ്റെ അതിൽ നിന്ന് പുക വരുന്ന നോക്കുക, അൽഫാമിൻ്റെ അതിൽ നിന്ന് പുക വരുന്ന നോക്കുക. ആ മോനെ ബായിൽ വെള്ളം വരുന്നു. ഈ ചങ്ങായില്ല ആ വീടെടുക്കുന്ന സമയത്ത് ഇങ്ങനെ തുന്നാൻ പറ്റില്ല. എൻ്റെ ബായിൽ വെള്ളം വന്നായി ബായി നല്ല പഴിച്ചിട്ടുണ്ടായി. അങ്ങനെയില്ല, തിരക്ക് എല്ലാത്തിനും തുന്നുന്നതിൻ്റെ ഇല്ല എന്ത് പറയേണ്ടത്. അങ്ങനെ തുന്നണില്ല, വേറെ ആരും ഓർമ്മയില്ലാലോ. അങ്ങനെ ഫുള്ള് അടിച്ച് മാറാൻ തുടങ്ങി. എന്തും മോശമില്ല. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൽ എൻ്റെ ബാക്കിയായി. കാരണം ഇല്ല, എനിക്ക് തുന്നണമെന്നുണ്ട്, പക്ഷേ വീഡിയോ എടുക്കണമെന്നുണ്ട്. അപ്പോൾ എന്താക്കണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പിന്നെ മതിയാക്കി, വീഡിയോ എടുക്കുന്ന മതിയാക്കിയിട്ട് തുന്ന് കുറച്ച്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ കിണ്ടും മോനെ മഞ്ഞ്. യോ റബ്ബേ, എന്ത് മഞ്ഞ് ഇത്, എന്തോ ഒരു മഞ്ഞ്. ഇങ്ങനത്തെ ഒരു മഞ്ഞില്ല ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ട. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചളിച്ച് കഴിയാത്തതുകൊണ്ടില്ല താഴെ പോയിട്ടില്ല. അവിടെ ചാർക്കോൾ കത്തിച്ച ഇതുണ്ടായി, അതിൽ ചക്കിളിയെല്ലാം കാണിച്ചിട്ടില്ല. തുന്നാൻ തുടങ്ങി. തുന്നന്നെ പണി, വേറെ എന്ത് പണിയില്ല. അങ്ങനെ തുന്നുന്ന ഒരു എക്സ്പ്രഷൻ നോക്കിയാൽ അങ്ങനെ എടുത്തുമ്പോൾ അതിൻ്റെ ഒരു മിഷനും കൊണ്ട് വന്നിന് മോനെ. എന്ത് മിഷനെന്ന് അറിയില്ല. ഇത് ഫുള്ളില്ല തീയൊന്നൊരു പാറിപ്പിച്ചിട്ട് നല്ല കാണാൻ നല്ല പാങ്ങുണ്ടായിന്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നെക്സ്റ്റ് പാർട്ടുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.